അങ്ങനെ ഞങ്ങളൊരു ഉച്ചയായപ്പോൾ ബാലി എത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ക്യാബ് എടുത്തിട്ട് നേരെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലോട്ട് പോയി. കോൺറാഡ് ബാലിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഫോർ 5 days. ഇറ്റ്സ് എൻ അമേസിങ് പ്രോപ്പർട്ടി. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ശരിക്കും ബുക്ക് ചെയ്ത റൂം ഒരു പൂൾ ആക്സസ് വില്ല ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഫ്രീ അപ്ഗ്രേഡ് കിട്ടിയ ഒരു സ്വീറ്റ് റൂമിലോട്ട്. അങ്ങനെ ജാൻവിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു രണ്ട് ചുറ്റിനും പൂളെല്ലാം കണ്ടിട്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം. നേരത്തെ കണ്ടതാണ് ഒരു ലിവിങ് സ്പേസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷനപ്പായിട്ട് നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഇവിടത്തെ ഇതിലല്ലേ വെക്കുള്ളൂ. അവരുടെ കിഡ്സ് മെനു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ ആക്ടിവിറ്റീസും കളർ ചെയ്യുന്ന സ്പേസൊക്കെ ആയിട്ട്. അങ്ങനെ ജാൻവി ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരുന്നു ഫുഡ് വരുന്നവരെ. പിന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ക്രാക്കേഴ്സും സാമ്പലെല്ലാം തന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഡ്രിങ്ക്സ് വന്നു. അവിടെ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു മോക്ടെയിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവരുടെ ഒരു ടേസ്റ്റിംഗ് മെനു ആയിരുന്നു. അപ്പോൾ കുറേ ബാലിനീസ് ഡിഷസ് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഓൺട്രേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസിൽ ഇത്രയും ഡിഷസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നിട്ട് തിരിച്ച് റൂമിൽ വന്ന് പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ഡേ 2 ഇൻ ബാലിയാണ്. ജാൻവി എക്സൈറ്റ്മെൻറ്റ് കാരണം ഫുൾ ഡാൻസിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്നത്തെ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും റിസോർട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബഫേ ബ്രേക്ക്ഫാസ്റ്റാണ്, സ്റ്റേയിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ നല്ല റഷ് ഉണ്ടായിരുന്ന കാരണം എനിക്ക് ആ സ്പ്രെഡൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അവിടെ ഇരുന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. എന്നിട്ട് നേരെ റിസോർട്ട് ബാക്കിയൊക്കെ കറങ്ങി കാണാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ലോബിയിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു സംഭവം കാണുന്നത്. അവിടെ ഈ ഫുൾ പ്രോപ്പർട്ടീൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഞങ്ങൾക്ക്. ഞങ്ങൾ റിസോർട്ടിൽ തന്നെ ഒരു ഫാമിലി പെഡിക്യൂർ ആൻഡ് ലെഗ്സ്പാ എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പം ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ അതിന് പോയി. ജാൻവി ഫസ്റ്റ് ടൈമാണ് ഒരു പെഡിക്യൂറൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ലെഗ് മസാജും ഭയങ്കര സൂതിങ് ആൻഡ് കാമിങ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. അപ്പോഴത്തേക്കും മഴയെല്ലാം മാറിയിട്ട് നല്ല വെതറായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ടയേർഡായി ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജാൻവിക്ക് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ഡിന്നറിന് റിസോർട്ടിൽ തന്നെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഒരു ബാർബിക്യൂ ഡിന്നർ നടക്കുന്നുണ്ടായിരുന്നു. അതിന് പോയി. എന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ അവർ ഫ്രഷായിട്ട് സാമ്പിൾ ഉണ്ടാക്കുന്നതും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു ഡിന്നറായിരുന്നു. ആൻഡ് ദിസ് ഈസ് അവർ ഡേ 3 ഇൻ ബാലി. ആൻഡ് ഈ ദിവസം ഞങ്ങൾ ഉബുദ് കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാടുമായിട്ട് ഒരുപാട് സിമിലറാണ് ബാലി എന്ന്. അന്ന് ഞങ്ങൾ ആദ്യം പോയത് ഒരു ബാലിനീസ് ക്ലോത്ത്സൊക്കെ ഹാൻഡ് പെയിൻ്റൊക്കെ ചെയ്യുന്നൊരു സ്ഥലത്താണ്. അവിടെ അവർ നമുക്കിങ്ങനെ ഫുൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എങ്ങനെ അവർ ബി വാക്സ് വെച്ച് ഫസ്റ്റ് ഔട്ട്ലൈൻ ചെയ്യുന്നു, പിന്നെ അത് ഡൈ ചെയ്യുന്നു, ആ ഫുൾ പ്രോസസ്സ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ
എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അവരുടെ തന്നെ ഷോപ്പുണ്ട്, അതിനുള്ളിൽ നിന്ന് കുറച്ച് സെവനിയേഴ്സും ഒരു സ്കാർഫും പിന്നെ ഈ കാണുന്ന ഈ വിഷറി പോലത്തെ സാധനമെല്ലാം വാങ്ങി. ഉള്ളിൽ അവർ ക്യാമറ അലോ ചെയ്യാത്ത കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോയത് ഒരു ട്രഡീഷണൽ ബാലിനീസ് ഡാൻസ് ഫോം കാണാനാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്കൊരു പേപ്പർ തരും. അതിനുള്ളിൽ ഇങ്ങനെ ഓരോ ആക്റ്റും എന്താണെന്നുള്ളത് ഇങ്ങനെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ വേൾഡ് ഫേമസ് ലുവ കോഫി ടേസ്റ്റിങ്ങിനാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്കൊരു ഗൈഡഡ് ടൂർ പോലെ തരും. ഓരോ കോഫി ബീനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ലുവാക്ക് എന്ന് പറയുന്ന അനിമൽ എങ്ങനത്തെ ടൈപ്പ് കോഫി ബീനാണ് പ്രിഫർ ചെയ്യുന്നത് അതെല്ലാം അവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർ ആ ഹോൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. എങ്ങനെ ആ ലുവാക്കിൻ്റെ പൂപ്പിൽ നിന്ന് ഇങ്ങനെ എത്ര എക്സ്പെൻസീവായിട്ടുള്ള കോഫി ബീൻ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളത്. അവരിവിടെ പറയുന്നത് അവർ ആദ്യം ഇതിനെ ഡ്രൈ ചെയ്തിട്ട് ഇതിനൊരു 5 hours ബോയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കോഫി ബീൻ്റെ മേളിൽ ഒരു ലെയറും കൂടെ ഉണ്ട്, അതും കൂടെ അവർ പീൽ ചെയ്ത് കളയും. അപ്പോൾ പിന്നെ അത് ഭയങ്കര സേഫാണ്, നമ്മൾ ഒന്നിനെ പറ്റിയും വെറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നമുക്ക് ഈ കോഫി ബീൻസ് റോസ്റ്റ് ചെയ്യുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് ഈ റോസ്റ്റഡ് കോഫി ബീൻസിനെ അവിടെ ഒരു ഗ്രൈൻഡിങ് സ്റ്റോൺ ഉണ്ട്, അതിലോട്ടിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു സീവിൽ കൂടെ അരിച്ചെടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഈ കോഫി ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കോഫി മാത്രമല്ല, കുറേ ഫ്ലേവേഴ്സ് ഓഫ് ടീസും ഉണ്ട്. ഇത് ഫുൾ കോംപ്ലിമെൻ്ററി ആണ്. ഇപ്പം നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാം. എനിക്കിതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കോഫീനെക്കാട്ടിലും ടീ ആയിരുന്നു. ടീ എല്ലാം ഭയങ്കര വെറൈറ്റി ആയിരുന്നു. റോസല്ല, മാംഗോസ്റ്റീൻ, സാഫ്രൻ. പൊതുവെ നമ്മൾ കുടിക്കുന്ന ഒരു ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്, കുറച്ചുകൂടി സ്വീറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരുടെ തന്നെ ഷോപ്പിൽ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീ എല്ലാം വാങ്ങി. പിന്നെ ഞങ്ങൾ ലുവ കോഫി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഒരു പാക്കറ്റ് വാങ്ങി. പിന്നെ ഞങ്ങൾ ഉബുദിലെ റൈസ് ടെറസ് കാണാൻ പോയി. അത് നല്ല സീനിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇറങ്ങി പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല, പക്ഷെ തിരിച്ച് കയറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല സ്റ്റീപ്പായിട്ടാണ് ഓരോ സ്റ്റെപ്സും, അപ്പോൾ ഇച്ചിരി പാടായിരുന്നു തിരിച്ച് കയറാൻ. പക്ഷെ എന്തായാലും വെർത്തായിരുന്നു പോയത്. പക്ഷെ ഞങ്ങൾ അവിടെ സ്വിങ് ഒന്നും ട്രൈ ചെയ്തില്ല, മോളെയും കൊണ്ട് പോകുന്ന കാരണം അതൊക്കെ ഇച്ചിരി പാടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഫീൽഡ് ട്രിപ്പ് മാത്രമേ എടുത്തുള്ളൂ. നമ്മൾ കയറുന്നതിന് മുന്നേ ടിക്കറ്റ് എടുക്കണം, അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഞങ്ങളിതിൽ ഫീൽഡ് ട്രിപ്പ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഉബുദിലെ തന്നെ ഒരു ആർട്ട് മാർക്കറ്റിലായിരുന്നു. അവിടെ ഇങ്ങനെ ഒരുപാട് ഫ്രേഗ്രൻസസ്, കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ഈ ബാലിനീസ് ഫേമസ് വുഡൻ ബൗൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഈ ഒരു ഏരിയ ഫുൾ സീഷെൽസ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. മെയിൻലി കോസ്റ്റേഴ്സ്, സെർവിങ് ബൗൾസ്, സെർവിങ് പ്ലേറ്റ്സ്, ചെറിയ ചെറിയ ഡിപ്പിൻ്റെ ബൗൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ. അത് കഴിഞ്ഞിട്ടൊരു വലിയ ബാഗിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതേപോലെ കുറേ നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, ആങ്ക്ലെറ്റ്സ്, മാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഐറ്റമാണ് ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ക്ലിപ്സ്. ഇവിടെ ബാലിയിൽ വരുന്ന എല്ലാവരും വാങ്ങുന്ന ഒരു ഐറ്റമാണിത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് സരസ്വതി ടെമ്പിളിലാണ്. ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ ബാലിയിലെ നേറ്റീവ് ആൾക്കാർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. ബാക്കി ടൂറിസ്റ്റിനെല്ലാം ഈ പുറത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ.
പക്ഷേ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമുക്ക് അവരുടെ ഡ്രസ്സ് തരും, അതിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറാൻ. പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോയി കുറച്ച് നേരം അവിടെ കറങ്ങി, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. ദിസ് ഈസ് അവർ ഡേ 4 ഇൻ ബാലി. ഇതൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ എല്ലാ വീക്കെൻഡ്സും അവിടെ റിസോർട്ടിൽ തന്നെ അടുത്തുള്ള ആർട്ടിസൻസ് വന്നിട്ട് അവരുടെ ക്രാഫ്റ്റ്സൊക്കെ റിസോർട്ടിനുള്ളിൽ തന്നെ സെല് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ സ്റ്റോൾ ഇങ്ങനെ ക്രിസ്റ്റൽസൊക്കെ സെല് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. കുറേ നല്ല നല്ല ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അവർ ഓരോ ക്രിസ്റ്റലും എന്താണ്, അത് വെച്ച് നമുക്ക് എന്ത് ഗുണം കിട്ടും, അങ്ങനെയൊക്കെ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. Pirate is native to Indonesia from West Java. The most agate heart. One of the most popular for love is of course our rose quartz here, and we have them in crumbled, polished or raw form. പിന്നെ അവിടെ ഒരു സിൽവർ ജ്വല്ലറീൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു വിത്ത് ലോട്ട് ഓഫ് കളർഫുൾ സ്റ്റോൺസ്. അതുപോലെ തന്നെ പേൾസ് വെച്ചിട്ടുള്ള ആക്സസറീസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറയുമായിരുന്നു ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്, പിന്നെ ഇത് റിയൽ പേൾസ് ആണ്, ഇത് ഈ ചെയിനൊന്നും കളറ് മാറില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് ക്യാൻഡിൽസൊക്കെ ഉണ്ടാക്കുന്നൊരു സ്റ്റോളിലോട്ടാണ്. അവിടെ ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആയത് കാരണം കൂടുതലും അങ്ങനത്തെ ഫ്രേഗ്രൻസാണ് അവരുടെ കയ്യിലുള്ളത്. അതിന്ന് എനിക്ക് 2 ഭയങ്കര ഇഷ്ടമായി. അത് രണ്ടും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ ഫേവറേറ്റ് സ്റ്റോളിലോട്ടാണ്. എനിക്കിങ്ങനത്തെ ഈ പോട്രി പിന്നെ സെറാമിക് മഗ് അതൊക്കെ കളക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആ കാണുന്ന ബ്ലൂ മഗ്ഗും പിന്നെ ഒരു ബൗളും വാങ്ങി. അടുത്ത സ്റ്റോൾ ഇങ്ങനത്തെ വുഡ് ആൻഡ് സെർവിങ് വെയർ ഒക്കെ ഉള്ളൊരു സ്റ്റോളായിരുന്നു. അവിടെയും കുറേ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും 1-2 കപ്സും പിന്നെ ഒരു സാലഡ് ബൗളെല്ലാം വാങ്ങി. പിന്നെ അന്ന് ഈവനിങ് ഞങ്ങളൊരു പെർഫ്യൂം മേക്കിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. റിസോർട്ടിൽ തന്നെ ഓർഗനൈസ് ചെയ്ത ഒരു ഇവൻ്റ് ആയിരുന്നു. പിന്നെ നമ്മളുണ്ടാക്കുന്ന ആ പെർഫ്യൂം നമുക്ക് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർഫ്യൂം, ഓരോ നോട്ട്സ്, ഈ ഹെഡ് നോട്ട്, പേസ്റ്റ് നോട്ട് അതെല്ലാം പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ഫ്രേഗ്രൻസ് ഓയിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമാവുന്ന 3 or 4 ഫ്രേഗ്രൻസ് നമുക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് നമുക്ക് അത് ഇഷ്ടമാവുകയാണെങ്കിൽ അവർ പറയുന്ന ആ എമൗണ്ടിൽ ആ ബീക്കറിലോട്ട് നമ്മൾ ഒഴിക്കുക. എന്നിട്ടത് നല്ലോണം ഒന്ന് സ്റ്റെർ ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കാൻ പറയും. ആ മണം നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കടുത്ത് ആൽക്കഹോൾ അതിലോട്ട് ആഡ് ചെയ്യാം, അവർ പറയുന്ന ആ ക്വാണ്ടിറ്റി. ഇഷ്ടമായില്ല, നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഇനിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവർ തരുന്ന ആ പെർഫ്യൂം ബോട്ടിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അതിന് ആൽക്കഹോളിൻ്റെ മണം മാത്രമേ വരുള്ളൂ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി നമ്മൾ 2 weeks വെയിറ്റ് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്മെല്ല് നമുക്ക് വരുള്ളൂ. പിന്നെ അന്ന് ഈവനിങ്ങിൽ റിസോർട്ടിൽ തന്നെ ഒരു കജാക്ക് ഡാൻസ് പെർഫോമൻസ് വിത്ത് ബാർബിക്യൂ ബഫേ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു ഡെസേർട്ട് ഏരിയ ആയിരുന്നു. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഡെസേർട്ട്, ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഏരിയയിലായിരുന്നു ബ്രെഡ്, സാലഡ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇരുന്നത്. പിന്നെ അപ്പുറത്ത് കിഡ്സിൻ്റെ ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തായിരുന്നു ബാർബിക്യൂ സെറ്റപ്പ് ചെയ്തിരുന്നത്. ഇവിടെയാണ് ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പോകുന്ന ഏരിയ. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് മീൻസിൻ്റെ കൗണ്ടർ വരുന്നത്. ഒരു വലിയൊരു സ്പ്രെഡ് തന്നെയായിരുന്നു. ഈ ഡാൻസിലൂടെ അവർ രാമായണമാണ് പോർട്രേ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു, ഈ ഒരു ബാലിനി സ്റ്റൈലിൽ കാണാൻ പറ്റിയത്. ദിസ് ഈസ് അവർ ഫൈനൽ ഡേ ഇൻ ബാലി, ഡേ 5. ഞങ്ങൾ ആദ്യം വീണ്ടും ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി.
ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ചു വന്നു. പിന്നെ അന്നത്തെ ഡേ മൊത്തം ഞങ്ങൾ റിസോർട്ടിൽ തന്നെയായിരുന്നു. ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അന്ന് രാത്രി 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളൊരു ലേറ്റ് ചെക്കൗട്ടൊക്കെ എടുത്തിട്ട് 7 മണിക്കാണ് റിസോർട്ടിൽ നിന്ന് പോയത്. You can take this flag. Oh. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി ബാലി വ്ളോഗ്. തിരിച്ചു വരുന്ന വഴി ഒരു അടിപൊളി സൺറൈസ് കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.